യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു ഫ്രീ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ മിഷൻ യൂണികോം എന്ന് പറയുന്നത്. എന്താണ് ഈ സീരീസ് എന്നൊന്നും ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതോടൊപ്പം തന്നെ കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ചു പോകുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ മിഷൻ യൂണികോം എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുതൽ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് മിഷൻ യൂണികോമിന്റെ ഒരു ക്ലാസ് ഉണ്ടാകും. സോ അവിടെ നമ്മൾ ഓരോ ടോപ്പിക് ബേസ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിശീലിക്കും, അത് കാണും, അത് മനസ്സിലാക്കും, അതുപോലെ തന്നെ അതിന്റെ കണക്റ്റഡ് ഫാക്ടുകൾ നമ്മൾ പഠിച്ചു പോകും. അതായത് ഇനി ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് നേടുന്ന തരത്തിൽ ആ ഒരു കവറേജ് ആണ്, ഒരു ഓൾമോസ്റ്റ് ഫുൾ കവറേജ് ആണ് നമ്മൾ ഈ ഒരു മിഷൻ യൂണികോം എന്ന ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മള് മെയിൻ ചാനലില് കമ്പനി ബോർഡ് LGS പഠിക്കുന്നവർക്കായിട്ട് നമ്മൾ ഒരു ക്യാപ്സ്യൂൾ സീരീസ് ഉണ്ട്. കമ്പനി ബോർഡ് LGS ക്യാപ്സ്യൂൾ എന്നാണത്. അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മുടെ മിഷൻ യൂണികോം എന്ന് പറയുന്നത്. അപ്പോ ഇനി മുതൽ ഈ ഒരു മിഷൻ യൂണികോം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് നല്ല ഒരു റാങ്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക് ബംഗാള് വിഭജനമാണ് കേട്ടോ. ബംഗാള് വിഭജനം കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. സോ അതിനകത്ത് മെർജ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക് ആണ് നമ്മുടെ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കിയാലോ? ദാ ശ്രദ്ധിച്ച് നോക്കിക്കോണേ. സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് കാണുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും അല്ലെ? ഡൽഹൌസി ഉണ്ട്, കഴ്സൺ പ്രഭു ഉണ്ട്, മൗണ്ട് ബാറ്റൻ പ്രഭു ഉണ്ട്, കോൺവാലിസ് പ്രഭു ഉണ്ട്. പക്ഷേ ഈ ഒരു ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കേട്ട് പഠിച്ചു വരുന്ന ഒരാൾക്ക് ഇനി ഇങ്ങനെ ഒരു ചോദ്യം ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അറിയാവുന്നവർക്ക് നിങ്ങൾ അത് ആൻസർ നോക്കുക, അറിയാത്തവർ ദാ പഠിച്ചോളൂ. അത് കഴ്സൺ പ്രഭുവാണ്. ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. എങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം കാണിച്ചു തരട്ടെ. ചോദ്യം നോക്കിക്കേ. Which among the following statement is not true എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ലോർഡ് കഴ്സൺ ordered to partition Bengal on July 20, 1905. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? Partition of Bengal came into force on October 16, 1905. Okay, next, Bengal was partitioned in order to disrupt the unity between Hindus and Muslims. Okay, and option D എന്ന് പറയുന്നത് all are true എന്ന് പറയുന്നു. സോ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നും ശരിയായിട്ടുള്ള ശരിയല്ലാത്ത നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കിട്ടുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ബംഗാൾ വിഭജനം പഠിച്ചവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്താണ് ആൻസർ വരുന്നത്? ഓൾ ആർ ട്രൂ എന്നാണ് വരുന്നത്. എന്താണ്? എല്ലാം ശരിയാണ്. ആ മുകളിൽ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇപ്പൊ അവിടെ വെച്ചേരെ നമുക്കത് പഠിച്ചു വരാം. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പൊ ദാ നമുക്ക് ബംഗാൾ വിഭജനത്തിനെ പറ്റി പെട്ടെന്നൊന്ന് റിവിഷൻ പോലെ ചെയ്താലോ? നിങ്ങൾ എന്റെ കൂടെ കേട്ടിരിക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക് ആണ്. പക്ഷെ കുറെ പേര് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കി വെക്കുന്ന ടോപ്പിക് ആണ്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് കേട്ടിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വരിക. ഓക്കെ, എന്താണ് ബംഗാൾ വിഭജനം? നമ്മളെ ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദേശീയ പ്രസ്ഥാനങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എന്താണ് പ്രതിഷേധിക്കാനുള്ള, സമരം നടത്താനുള്ള, പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ച സ്ഥലം, അതായത് ദേശീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിൽ ഒരു ശക്തി ആർജിച്ച ഒരു സ്ഥലമായിരുന്നു ബംഗാൾ പ്രവിശ്യ, പണ്ട് കാലത്തെ ബംഗാൾ പ്രവിശ്യ എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഒരു ശക്തി അവിടെ ഉയർന്നു വരികയാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്? അവരെ രണ്ടായിട്ട് വെട്ടിപ്പിളർക്കാൻ പോവുകയാണ്. വെട്ടിപ്പിളർന്നു കേട്ടോ. ക്ലൈമാക്സ് അങ്ങനെയാണ്, വെട്ടിപ്പിളർന്നു. ഓക്കെ, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഇവരെ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് വിഭജിക്കുന്നു. ബംഗാൾ പ്രവിശ്യയെ എന്ത് ചെയ്യുകയാണ്?
രണ്ടായിട്ട് വിഭജിക്കുകയാണ്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയാമോ? ആ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിനെ മൊത്തത്തിൽ അടിച്ചു തകർത്ത് താഴെയിടുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലായിട്ട് അടിപിടി ഉണ്ടാക്കുക. ഇത് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ബംഗാൾ വിഭജനത്തിലൂടെയുള്ള അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ നടന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് ഒരു ചോദ്യം അങ്ങ് പഠിച്ചിട്ട് പോകാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഒന്ന് പറഞ്ഞേ. അത് ബംഗാൾ ആണ്. എവിടെയാണ്? ബംഗാൾ ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ബംഗാൾ പ്രവിശ്യയെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. എങ്ങനെയാണ് വേർതിരിച്ചതെന്ന് അറിയാമോ? ഒന്ന് കിഴക്കൻ ബംഗാൾ എന്നും, കിഴക്കൻ ബംഗാൾ എന്നും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ബംഗാൾ എന്നും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബംഗാൾ പ്രവിശ്യ അവര് വേർതിരിച്ചത് കേട്ടോ. കിഴക്കൻ ബംഗാളിനെയാണ് നമ്മള് പൂർവ ബംഗാൾ, പൂർവ ബംഗാൾ എന്ന് പറയും. ഇവിടെ പശ്ചിമ ബംഗാൾ എന്ന് പറയും കേട്ടോ. പൂർവ ബംഗാള് പശ്ചിമ ബംഗാൾ എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് വേർതിരിച്ചു. ഈ കിഴക്കൻ ബംഗാളിന്റെ ആ ഏരിയ എന്ന് പറയുന്നത് കൂടുതലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു കേട്ടോ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. അതിന്റെ ആസ്ഥാനം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമ്പോൾ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ആസ്ഥാനം മീൻസ് തലസ്ഥാനം കേട്ടോ. ആസ്ഥാനമല്ല, തലസ്ഥാനം എവിടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ധാക്കയാണ്. ഇനി പശ്ചിമ ബംഗാളിന്റെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ബംഗാളിന്റെ ആ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് കൽക്കട്ടയായിരുന്നു കേട്ടോ. ഇവിടെ എന്തായിരുന്നു ഭൂരിപക്ഷം? ഹിന്ദു ആയിരുന്നു. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു ഏത്? പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോ ബ്രിട്ടീഷുകാര് ബംഗാൾ വിഭജനം നടപ്പിലാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായും ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ അവിടെ ഒരു വേർതിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശക്തി കുറയുമല്ലോ, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിൽക്കുന്ന ശക്തി കുറയുമല്ലോ. ഇതായിരുന്നു അവർ ചിന്തിച്ചത്. അപ്പൊ അവരെന്ത് ചെയ്തു? ഇതിനെ രണ്ടായിട്ട് അങ്ങ് പിളർന്നു. ഒന്ന് കിഴക്കൻ ബംഗാൾ അഥവാ പൂർവ്വ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ അഥവാ പശ്ചിമ ബംഗാൾ എന്നും പറഞ്ഞ് രണ്ടായിട്ട് വേർതിരിച്ചു. കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ധാക്കയായിരുന്നു. ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഇനി പടിഞ്ഞാറൻ ബംഗാൾ ഉണ്ട്. പടിഞ്ഞാറൻ ബംഗാളിന്റെ എന്താണ് മറ്റൊരു പേരെന്താണ്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? കൽക്കട്ടയായിരുന്നു. സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുതലാണെങ്കിൽ ആ സെറ്റിംഗ്സിനകത്ത് ഒരു പ്ലേ ബാക്ക് സ്പീഡ് ഉണ്ട് കേട്ടോ. ആ ഒരു സെറ്റിംഗ്സിനകത്ത് പോയിട്ട് പ്ലേ ബാക്ക് സ്പീഡ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്പീഡിൽ കേട്ട് പോവുക കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വലിച്ചഴിച്ച് പോയാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും. നിങ്ങൾ പറയോ ഉറക്കം വരുന്നു എന്നൊക്കെ പറയും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി പറയുകയാണെ നിങ്ങൾ എന്റെ കൂടെ പിടിച്ചങ്ങ് വന്നോണേ കേട്ടോ. പടിഞ്ഞാറൻ ബംഗാളും ഉണ്ട്, പശ്ചിമ ബംഗാൾ അല്ലെ. പടിഞ്ഞാറൻ ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ തലസ്ഥാനം കൽക്കട്ടയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് ആർക്കായിരുന്നു? ഹിന്ദുക്കൾക്കായിരുന്നു കേട്ടോ. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു അത്. അപ്പൊ സംഭവം മനസ്സിലായല്ലോ. ബംഗാളിനെ വിഭജിച്ചു. വിഭജിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങള്, രണ്ട് സ്ഥലങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണം ഏതാണ്? ശ്രദ്ധിക്കണേ. ഭിന്നിപ്പിച്ച് ഭരിക്കുക, അതായത് ഒരുമിച്ച് ഭരിക്കുന്നതിന് പകരം ഇവരെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്? ഇവരെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് ഭരണം നടത്തുകയാണ്. സോ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത്? അത് ബംഗാൾ വിഭജനമാണ്. സംശയമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, ആരാണ് ബംഗാൾ വിഭജനം നടത്തിയത് എന്ന് നമ്മളോട് ചോദിച്ചാൽ ഉത്തരം കഴ്സൺ പ്രഭു ആണ്. ആരാണ്? കഴ്സൺ പ്രഭു ആണ് എന്ത് നടത്തുന്നത്? ബംഗാൾ വിഭജനം നടത്തുന്നത്. എന്താണ് നടത്തിയത്? കഴ്സൺ പ്രഭു ആണ്. എന്നാണ് നടത്തിയതെന്ന് അറിയാമോ? അത് പ്രഖ്യാപിച്ച ഡേറ്റും പഠിക്കണം, നിലവിൽ വന്ന ഡേറ്റും പഠിക്കണം കേട്ടോ. രണ്ട് ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് ചോദിക്കുകയാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് എന്നാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം കണ്ടില്ലേ? അതിനകത്ത് ഈ രണ്ട് ഡേറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് ഡേറ്റും പഠിച്ചു വെച്ചിരിക്കുക. വർഷം മാറ്റമൊന്നുമില്ല, മാസവും ഡേറ്റും മാത്രമേ മാറ്റമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. വർഷം,
1905 കേട്ടോ. 1905 ജൂലൈ മാസം 20 ഒന്ന് പറഞ്ഞേ, എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. 1905 ജൂലൈ മാസം 20 എന്ത് നടക്കുന്നത്, എന്ത് പ്രഖ്യാപിക്കുന്നത്? ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് കേട്ടോ. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് എന്നാണ്? 1905 ജൂലൈ മാസം 20 ആരാണ് പ്രഖ്യാപിച്ചതെന്നറിയാമോ? ഓക്കെ, പ്രഖ്യാപിച്ച വൈസ്രോയി നമ്മൾ പറഞ്ഞു. അത് ആരാടാ? അത് കഴ്സൺ പ്രഭുവാണ്. ആരാണ്? കഴ്സൺ പ്രഭുവാണ് കേട്ടോ. അപ്പോ ഇത് ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്, അല്ലെങ്കിൽ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് ഓർക്കുക? നമ്മുടെ കഥയിലെ വില്ലൻ ആരാണ്? യെസ്, കഴ്സൺ പ്രഭുവാണ് കേട്ടോ. പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഡേറ്റ് മറന്നോ? ഒന്ന് പ്രഖ്യാപിച്ച ഡേറ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 1905 ജൂലൈ മാസം 20 ഓക്കെ, ആ ഡേറ്റ് പഠിച്ചു. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് മറ്റൊരു ഡേറ്റ് ഉണ്ട്. എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത്? ഉറക്കം വരുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. നിലവിൽ വന്നത് എന്നാണ്? ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞേ. 1905 കേട്ടോ. 1905 ഒക്ടോബർ 16. ഒക്ടോബർ 16 കേട്ടോ. ഒക്ടോബർ 16 ബംഗാൾ വിഭജനം എന്ത് ചെയ്യുന്നത്? നിലവിൽ വന്നത്. നമ്മുടെ വില്ലൻ എവിടെ പോയി? കഥയിലെ വില്ലൻ എവിടെ? കഥയിലെ വില്ലനൊക്കെ പോയി. പുതിയ വൈസ്രോയി വന്ന്. ആര്? മിന്റോ രണ്ടാമൻ. ഓക്കെ, പ്രഖ്യാപിച്ച സമയത്ത് കഴ്സൺ പ്രഭു ആയിരുന്നു അല്ലെ? പ്രഖ്യാപിച്ചത് നടത്തിയതൊക്കെ ചോദിച്ചാൽ നമ്മുടെ വില്ലന്റെ പേര് പറയും, കഴ്സൺ പ്രഭു ആണ്. പക്ഷേ ഇത് നിലവിൽ വരുമ്പോൾ കഴ്സൺ പ്രഭു ഉണ്ടോ ഇവിടെ? ഇല്ല. പിന്നെ ആരാണുള്ളത്? മിന്റോ രണ്ടാമനാണ് വൈസ്രോയി ആയിട്ടുള്ളത് കേട്ടോ. മറന്നു പോകല്ലേ, മാറിപ്പോകല്ലേ. ഇവിടെ വൈസ്രോയുടെ പേരുകള് 2-3 പേരുകൾ വരുന്നത് കൊണ്ട് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ കഥയിലെ വില്ലൻ കഴ്സൺ പ്രഭുവാണ്. ഒന്നും അറിയാതെ ആ സമയത്ത് ഉണ്ടായിരുന്നത് മിന്റോ രണ്ടാമനാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഈ ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നല്ലോ. അതായത് രണ്ടായിട്ട് എന്ത് ചെയ്തു? പിളർന്നു. ബംഗാൾ പ്രവിശ്യ എന്ത് ചെയ്യുകയാണ്? രണ്ടായിട്ട് പിളർക്കുകയാണ്. ഈ രണ്ടായിട്ട് പിളർന്ന ഈ ഒക്ടോബർ 16 എന്ന് പറയുന്നത് ഏത് ദിവസമായിട്ട് ആചരിച്ചു? ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചു കേട്ടോ. അപ്പൊ ഒക്ടോബർ 16 എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ. ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ച ഡേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബംഗാൾ വിഭജനത്തിനെ തുടർന്ന് ദേശീയ വിലാപമായിട്ട് ആചരിച്ചത്, വിലാപ ദിനമായിട്ട് ആചരിച്ചത് എന്നാടാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒക്ടോബർ 16. മനസ്സിലായോ? ക്ലിയർ ആണോ? തെറ്റിക്കുവോ? തെറ്റിക്കരുത്. പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 അത് നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 ആ ദിവസമാണ് എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ പ്രഖ്യാപിച്ച സമയത്തുണ്ടായിരുന്ന വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. നിലവിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന വൈസ്രോയി ആരാണ്? മിന്റോ രണ്ടാമനാണ്. മനസ്സിലായല്ലോ? ഈ ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യുമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വിഭജന സമയത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വിഭജനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി മിന്റോ രണ്ടാമനാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഭജന സമയം ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? അന്ന് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പല പല തസ്തികകൾ ഉണ്ടായിരുന്നു അല്ലെ? വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് ബ്രോഡ്രിക് ആണ്. ഓക്കെ, ബ്രോഡ്രിക് ആണ്. ബ്രോഡ്രിക്. ഓക്കെ, ബ്രോഡ്രിക്. ഓക്കെ, താക്കൊക്കെ വളയണം. ഓക്കെ, ലോർഡ് ബ്രോഡ്രിക് ആണ് വിഭജന സമയം ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണെന്ന് പറഞ്ഞേ? ലോർഡ് ബ്രോഡ്രിക് ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കിക്കേ. വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? INC പ്രസിഡന്റ് വിഭജന സമയത്തും പിന്നീട് വിഭജനം റദ്ദാക്കുന്ന സമയത്തും ഉള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. വിഭജന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ആരായിരുന്നു? വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു.
ഇനി ഇതിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? എന്തിന്റെയാണ്? ബംഗാൾ വിഭജനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? അത് വന്ദേ മാതരമായിരുന്നു കേട്ടോ. എന്തായിരുന്നു? വന്ദേ മാതരമായിരുന്നു. വന്ദേ മാതരം എന്ന് പറഞ്ഞാലും വന്ദേ മാതരം എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. അതായത് ബംഗാൾ ഭാഷയിലാണ് അത് ബന്ദേ. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയും, വന്ദേ മാതരം എന്ന് പറയും. നമ്മൾ മലയാളത്തിലോട്ട് വരുമ്പോ ബ എന്തായി മാറും? വായായിട്ട് മാറും കേട്ടോ. അപ്പൊ രണ്ട് സെയിം ആണ്. വന്ദേ മാതരം എന്ന് പറഞ്ഞാലും വന്ദേ മാതരം എന്ന് കണ്ടാലും സെയിം ആണ്. അപ്പൊ മുദ്രാവാക്യം വന്ദേ മാതരമാണ്. ഇനി ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം, ദാ നോക്കിക്കേ ക്ലൈമാക്സ് എന്ത് സംഭവിച്ചു? ഇവര് വലിയ കാര്യത്തിൽ സ്പ്ലിറ്റ് ചെയ്ത സംഭവം എന്ത് ചെയ്യുകയാണ്? അതൊക്കെ അങ്ങ് പിൻവലിച്ച് സാധാ രീതിയിൽ അങ്ങ് ആക്കി. കണ്ടോ ആര് ജയിച്ചു? യെസ്, നമ്മുടെ ഇന്ത്യക്കാരാണ് ജയിച്ചത് അല്ലെ. അതിന് കാരണമായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അത് സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനം. അതായത് ഇവരെന്ത് ചെയ്തു, എങ്ങനെ പ്രതിഷേധിച്ചു എന്ന് ചോദിച്ചാല് പോയി അടിയും കുത്തും വെട്ടും അങ്ങനെ ഒന്നുമല്ല. അവരെന്താ ചെയ്തത്? അവരെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളെല്ലാം അങ്ങ് ബഹിഷ്കരിച്ചു. അവരുടെ സേവനങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങ് ബഹിഷ്കരിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ളത് മാത്രം ഇന്ത്യക്കാരങ്ങ് ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കിയെടുത്തു. അവസാനം എന്ത് സംഭവിച്ചു? അങ്ങനെയാണ് സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്? ഉയർന്നു വരുന്നത്. അതായത് സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇതായിരുന്നു അവരുടെ ആ ഒരു പ്രതിഷേധ രീതി എന്ന് പറയുന്നത്. എന്തിനെതിരായിട്ട്? ഈ ബംഗാൾ വിഭജനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ രീതി എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് എന്ത് വരുന്നത്? സ്വദേശി പ്രസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പൊ ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ചോദിച്ചാൽ പറയൂ, ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? അപ്പൊ വിഭജനം സമയം ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ലോർഡ് ബ്രോഡ്രിക് ആയിരുന്നു. വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. മുദ്രാവാക്യം വന്ദേ മാതരമാണ്. ഇത് പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയാ? അത് സ്വദേശി പ്രസ്ഥാനമാണ്. പഠിച്ചല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി റദ്ദ് ചെയ്ത വർഷം കണ്ടോ, നമ്മളിത് വന്ന വർഷം ഏതാ പഠിച്ചത്? 1905 ആണ് പഠിച്ചത് അല്ലെ. ഈ 1905 കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞ് 1911 ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? നമ്മുടെ പ്രതിഷേധം അവിടെ ഏറ്റു അല്ലെ. അവസാനം എന്ത് ചെയ്യുകയാണ്? അവര് റദ്ദ് ചെയ്യുകയാണ്. എന്ത് റദ്ദ് ചെയ്തു? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ആ റദ്ദ് ചെയ്ത വൈസ്രോയി ആരെന്നറിയാമോ? അത് ഹാർഡിഞ്ച് രണ്ടാമനാണ്. ആരാണ്? ഒന്ന് പറഞ്ഞേ. ഹാർഡിഞ്ച്. ഓക്കെ, ഹാർഡ് തീരുമാനമായിരുന്നു. എന്ത്? ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഹാർഡ് തീരുമാനമായിരുന്നു. അതുകൊണ്ട് ആ ഹാർഡ് ആയിട്ടുള്ള മനുഷ്യൻ തന്നെ അതങ്ങ് തീരുമാനം എടുത്തു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഹാർഡിഞ്ച് രണ്ടാമനാണ് എന്ത് ചെയ്യുന്നത്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ റദ്ദാക്കിയ സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു അറിയാമോ? അത് BN ധർ ആയിരുന്നു. അപ്പൊ ആദ്യമേ ആരായിരുന്നു? വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അല്ലെ. എങ്കിൽ ഈ വിഭജനം റദ്ദാക്കിയ സമയത്ത് ആരാണ്? BN ധർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആരാണ്? BN ധർ ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് INC പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ദേശീയവാദികൾ വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പ്രോത്സാഹിപ്പിച്ചു. അത് കഴിഞ്ഞ തവണ, കഴിഞ്ഞല്ല, 2023-22 ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം എന്താണ് ഉപയോഗിച്ചതെന്ന്. ഓപ്ഷൻസിൽ പല പല ഐറ്റംസ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശർക്കര, കരിപ്പോട്ടിയൊക്കെ കാണും. അപ്പൊ മാറിപ്പോകരുത്. അത് ശർക്കരയാണ് ഇവര് പ്രോത്സാഹിപ്പിച്ചത്. വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം നമ്മള് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ശർക്കര ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് കേട്ടോ. ദേശീയവാദികള് വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം എന്ത് ചെയ്യുന്നു? ശർക്കര പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ മെയിൻ ഐറ്റം ഇവിടെ എന്തായിരുന്നു? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇതായിരുന്നു ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്, പ്രതിഷേധ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ബംഗാൾ വിഭജനവുമായിട്ട് നമുക്ക് അടുത്ത് പറയേണ്ട ഒരു പേരാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെത്. ബംഗാളിലല്ലേ നടക്കുന്നത്. സോ ബംഗാളി ആയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ കുറച്ച് കാര്യങ്ങൾ ബംഗാൾ വിഭജനവുമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒക്ടോബർ 16
രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? ഒക്ടോബർ 16 എന്ത് നിലവിൽ വരുന്നത്? ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് അല്ലെ? അപ്പൊ ആ ഒക്ടോബർ 16 എന്തായിട്ട് ആചരിച്ചിട്ടുണ്ടായിരുന്നു? ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒക്ടോബർ 16 എന്തായിട്ട് ആചരിക്കണം എന്നാണ് പറയുന്നത്? രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കണം എന്ന് പറയുന്നു. ആര് പറയുന്നു? അത് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നു അല്ലെ? അപ്പോ ചോദ്യം ഇങ്ങനെയാണ്, ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ച വ്യക്തി, നമ്മുടെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് ഏത്? അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്നത്. സോ ഇത് ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ എന്ന് കണ്ടാലും രവീന്ദ്രനാഥ എന്ന് കണ്ടാലും രണ്ടും ഒന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബംഗാളി ഭാഷയിൽ പറയുമ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. മലയാളത്തിലേക്കുള്ള ആ ഒരു പ്രൊനൗൺസിയേഷൻ മാറും, രവീന്ദ്രനാഥ ടാഗോർ ആകും കേട്ടോ. എന്നാലും അത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ അമർ സോനാർ ബംഗ്ല, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അമർ സോനാർ ബംഗ്ല എവിടുത്തെ ദേശീയ ഗാനമാണ്? എവിടുത്തെയാണ്? അത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ്. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. എങ്കിൽ ദാ അടുത്ത രണ്ട് കോട്ടുകൾ അദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്? ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാന്ന് നോക്കിക്കേ. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴക്കിയ ഈ ഒരു വാക്യം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്യമാണ് കേട്ടോ. എന്തുമായി ബന്ധപ്പെട്ടാ പറഞ്ഞത്? ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് പറഞ്ഞതാണ് കേട്ടോ. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാകില്ല. അപ്പം ആ ഹൃദയം എന്നുള്ള ഒരു സംഭവം ആര് കൊണ്ടുവന്നു? രവീന്ദ്രനാഥ ടാഗോർ കൊണ്ടുവന്നു. ഇനി അടുത്തൊരു കോട്ട് നോക്കിക്കേ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. അപ്പൊ ആ ഹൃദയം എന്നുള്ള വാക്ക് വെച്ചൊന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കണേ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്യത്തിൽ, കോട്ടിൽ അത് രണ്ട് ഹൃദയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ആ രവീന്ദ്രനാഥ ടാഗോറിന് നല്ലൊരു ഹൃദയമായിരുന്നു എന്ന് നമ്മൾ ചുമ്മാ ഓർത്തിരുന്നേരെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ സാധിക്കും കേട്ടോ. അപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി വേറെ രണ്ടുപേരുടെ വാക്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രദ്ധിക്കണേ. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ നമ്മള്? അത് സുരേന്ദ്രനാഥ ബാനർജി ആണ് കേട്ടോ. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി ആണ്. എങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ. ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് ഗോപാലകൃഷ്ണ ഗോഖലെ ആണ് കേട്ടോ. ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് ബംഗാൾ വിഭജനത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? അപ്പോ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ ബാനർജി ആണ്. അതുപോലെ എന്താണ്, ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്.
എങ്കിൽ അടുത്തൊരു കോട്ട് നോക്കൂ. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ഉണ്ടായിരുന്നു. അവരുടെ ബുദ്ധിയായിരുന്നു എല്ലാം, അല്ലേ? റിസ്ലെ ആണ് ഇങ്ങനെ പറയുന്നത്. ആരാണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ആണ് എന്ത് പറയുന്നത്? ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞത് ആരാണ്? റിസ്ലെ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്? നമ്മുടെ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? നമുക്കറിയാം, അത് കഴ്സൺ പ്രഭു ആണ്. എങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. ലോർഡ് കഴ്സൺ ഓർഡർ ടു പാർട്ടീഷൻ ബംഗാൾ ഓൺ ജൂലൈ 20, 1905. 1905 ജൂലൈ 20-നാണ് എന്ത് വരുന്നത്? പ്രഖ്യാപിക്കുന്നത്. ലോർഡ് കഴ്സൺ എന്ത് ചെയ്യുന്നത്? ബംഗാളിനെ വിഭജിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത്. അതിനുശേഷം പാർട്ടീഷൻ ഓഫ് ബംഗാൾ came into force on October 16, 1905. 1905 ഒക്ടോബർ 16 എന്ത് ചെയ്യുന്നു? ബംഗാൾ വിഭജനം നിലവിൽ വരുന്നു. ആൻഡ് ഓപ്ഷൻ സി എന്താ പറയാ? Bengal was partitioned in order to disrupt the unity between Hindus and Muslims. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള ഒരു ഐക്യം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ all are true എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആൻസറിലേക്ക് പോകാൻ. അപ്പൊ പെട്ടെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് പറയുന്നത് ബംഗാൾ ആണ്. ബംഗാളിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നു. കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും. കിഴക്കൻ ബംഗാളിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ധാക്കയാണ്. പടിഞ്ഞാറൻ ബംഗാളിന്റെ എന്താണ്? അത് കൽക്കട്ടയാണ്. കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ബംഗാൾ വിഭജനം നടക്കുന്നത്. 1905 ജൂലൈ മാസം 20 കഴ്സൺ പ്രഭു ആണ് എന്ത് ചെയ്യുന്നത്? ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. അത് നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 അതാണ് ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചത്. ആ സമയം വൈസ്രോയി വിൻഡോ രണ്ടാമനായിരുന്നു. ഈ സമയം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോർഡ് ബ്രോഡ്രിക് ആയിരുന്നു. ഈ സമയം INC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. വന്ദേ മാതരമായിരുന്നു മുദ്രാവാക്യം. ഇതിനെതിരെ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിനുശേഷം 1911 ആയപ്പോഴത്തേക്കും ബംഗാൾ വിഭജനം ഹാർഡിഞ്ച് രണ്ടാമൻ എന്ത് ചെയ്യുകയാണ്? വൈസ്രോയി ആയിരുന്ന സമയത്ത് റദ്ദാക്കപ്പെടുകയാണ്. റദ്ദാക്കപ്പെടുന്ന സമയത്ത് INC പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് BN ദർ ആണ്. ദേശീയവാദികൾ ഈ ഒരു വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം പ്രോത്സാഹിപ്പിച്ചത് എന്തിനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശർക്കരയാണ് പ്രോത്സാഹിപ്പിച്ചതെന്ന് ഓർത്തിരിച്ചിരിക്കുക. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ഒരു സംഭവമായിരുന്നു. ഇനി രവീന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പിന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട 2 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ഇതിനെതിരെ എങ്ങനെ പറഞ്ഞത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായിട്ടുള്ള 2 അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞതും ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇനി ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ് ബാനർജിയും ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയുമാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാള് ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകുമെന്ന് പറഞ്ഞത് ആരാണ്? അത് റിസ്ലെ ആണ്. മനസ്സിലായോ? അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബംഗാൾ വിഭജനവുമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ
തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഇനി ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു മിഷൻ യൂണികോം എന്നുള്ള സീരീസ് ഇനി അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ടേക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രയോറിറ്റി ഉണ്ട്, അതിനായിട്ടുള്ള ആ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കണ്ടുപോകുമ്പോൾ ഈ മിഷൻ യൂണികോമിന്റെ അങ്ങോട്ടേക്കുള്ള സീരീസ് ക്ലാസ്സസ് എല്ലാം കണ്ടുപോകുമ്പോഴും നിങ്ങൾ ഒരു കമന്റ് കൊടുക്കാൻ ശ്രമിക്കുക. അവസാനം നമ്മൾ ആ ഒരു എക്സാം ഒക്കെ കഴിയുമ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമല്ലോ, ആ സമയത്ത് ഈ പേരുകളിൽ നിന്നും ഒരു എന്താണ് കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് ലിസ്റ്റിലുണ്ട്, ഞാൻ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഞാൻ അവിടെ പ്രതീക്ഷിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോഴേ എന്നോടൊപ്പം എന്ത് ചെയ്യാ, പഠിച്ച് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഈ ഒരു ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്കിനി അടുത്ത സീരീസിൽ കാണാം. താങ്ക് യു.